കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ സജീവമായ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുമ്പോൾ UDF ക്യാമ്പിന് ആവേശം പകരാൻ മുൻ കോൺഗ്രസ് അധ്യക്ഷനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താനും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാനുമായി 2 ഘട്ടങ്ങളിലായാണ് രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഫെബ്രുവരി 25, 26 തീയതികളിലാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യഘട്ട സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെത്തുന്ന അദ്ദേഹം വിവിധ മേഖലകളിലെ പ്രമുഖരുമായും പാർട്ടി പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തും. 2ാം ഘട്ട സന്ദർശനം മാർച്ച് മാസം ആദ്യവാരം നടക്കും. മാർച്ച് 6, 7 തീയതികളിലാകും അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുക. തിരഞ്ഞെടുപ്പ് ഗോതയിൽ UDFന്റെ മുൻതൂക്കം ഉറപ്പിക്കുകയാണ് ഈ സന്ദർശനങ്ങളുടെ പ്രധാന ലക്ഷ്യം. നാളെ, അതായത് ഫെബ്രുവരി 26-ന് കണ്ണൂരിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ കർഷകരുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കും. കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ അദ്ദേഹം ചോദിച്ചറിയും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പോരാട്ടത്തിന് കണ്ണൂരിലെ ഈ സംഗമം കരുത്തുപകരും. കർഷക ആത്മഹത്യകളും വിലത്തകർച്ചയും ചർച്ചാവിഷയമാകുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിലെ പരിപാടികൾക്ക് ശേഷം രാഹുൽ ഗാന്ധി തന്റെ മുൻ മണ്ഡലം കൂടിയായ വയനാട്ടിലേക്ക് തിരിക്കും. വയനാടിനോടുള്ള തന്റെ പ്രത്യേക താല്പര്യം മുൻനിർത്തി നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാകും. കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപന കർമ്മമാണ് വയനാട്ടിലെ പ്രധാന ചടങ്ങുകളിലൊന്ന്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ ഒരിടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസിന്റെ ജനകീയ മുഖം ഉയർത്തിക്കാട്ടാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന നേതാവ് എന്ന പ്രതിച്ഛായ ഇത് വർദ്ധിപ്പിക്കും. വയനാട്ടിൽ വെച്ച UDF ഘടകകക്ഷി നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മുന്നണിക്കുള്ളിലെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ചകൾ നടത്തുന്നതിനും ഇത് വേദിയാകും. സംസ്ഥാനത്തെ നിലവിലെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ചർച്ചകളിൽ പ്രധാനമായും കടന്നുവരും. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ രാഹുലിന്റെ സാന്നിധ്യത്തിൽ മുന്നണി നേതാക്കൾ ആവിഷ്കരിക്കും. അടുത്ത ഘട്ട സന്ദർശനത്തിന്റെ ഭാഗമായി മാർച്ച് 6-ന് രാഹുൽ ഗാന്ധി കൊല്ലത്തെത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിനാണ് അദ്ദേഹം പങ്കെടുക്കുക. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവുമായി VD സതീശൻ നടത്തുന്ന യാത്രയുടെ സമാപനം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് വൻ ശക്തി പ്രകടനമായി മാറ്റാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കൊല്ലത്തെ പൊതുസമ്മേളനത്തിന് ശേഷം അദ്ദേഹം ശിവഗിരി മഠം സന്ദർശിക്കും. മഠത്തിലെ വിവിധ പരിപാടികളിൽ പങ്കുചേരുന്ന അദ്ദേഹം സന്യാസിവര്യന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തെയും മതസൗഹാർദ്ദത്തെയും ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നിലപാടിന്റെ ഭാഗമായാണ് ശിവഗിരി സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. ഇത് വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇത് സഹായിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ LDFനെതിരെ ആനടിക്കുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങളിലെ ഓരോ വാക്കും നിർണായകമാകും. KPCC നേതൃത്വവുമായി ചേർന്ന തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും മുൻഗണന നൽകണമെന്ന തന്റെ താല്പര്യം അദ്ദേഹം വീണ്ടും വ്യക്തമാക്കിയേക്കും. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം തിരിച്ചുപിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അതിനായി രാഹുൽ ഗാന്ധി നേരിട്ട് കളം നിറയുന്നത് UDFന് വലിയ മേൽക്കൈ നൽകുന്നു. കേരളത്തിലെ വോട്ടർമാരുമായി രാഹുൽ ഗാന്ധിക്കുള്ള വൈകാരികമായ ബന്ധം വോട്ടായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും വരും ആഴ്ചകളിൽ കേരളം ദേശീയ രാഷ്ട്രീയത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറും.